CPI സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ച ഇന്ന് തുടങ്ങും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിന്മേലാണ് പൊതുചർച്ച നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. അശ്വിന് ഈ സർക്കാരിനെതിരെ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മുൻഗണനാ ക്രമത്തിലൊക്കെ തന്നെ വലിയ പാകപ്പിഴകൾ ഉണ്ടാകുന്നു. ആ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, എന്തായാലും ഈ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഏറ്റവും പ്രധാനമായി CPI സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച ജില്ലാ ചർച്ച അത് രാത്രിയോടുകൂടിയാണ് പൂർത്തിയായത്. സർക്കാരിനെതിരെ അടക്കം രൂക്ഷ വിമർശനം ഇന്നലെ അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ സർക്കാരിനെ പൂർണ്ണമായും തള്ളുകയല്ല, തള്ളിയും ഒപ്പം സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുമുള്ള, അതായത് തല്ലിയും തലോടിയുമുള്ളൊരു റിപ്പോർട്ടാണ് ഇന്നലെ CPI സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്ന് നടക്കുന്ന ചർച്ചയിൽ, പൊതുചർച്ചയിൽ അതിരൂക്ഷ വിമർശനം ഉൾപാർട്ടിയിലെ പ്രശ്നങ്ങളിൽ പോലും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയാവുന്നതുപോലെ CPIയിൽ തന്നെ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങൾ സമീപകാലങ്ങളിൽ ഉയർന്നു വന്നതാണ്. അതിനപ്പുറത്തേക്ക് സർക്കാരിലെ ചില നിലപാടുകൾ, മുഖ്യമന്ത്രിയുടെ ഇടപെടലുകളടക്കം, മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളടക്കം, പ്രത്യേകിച്ച് P. പ്രസാദിനടക്കം ഉള്ള CPIയുടെ മന്ത്രിമാർക്കെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ അതിരൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ വിമർശനങ്ങൾ അത് സ്വാഭാവികമാണ് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ തന്നെ പറയുകയും ചെയ്തു. ആ വിമർശനങ്ങൾ ഉണ്ടെങ്കിലേ CPIയുടെ സമ്മേളനം പൂർത്തിയാകൂ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി വന്നതാണ്. ഇന്നെന്തായാലും രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്ന ചർച്ചകൾ ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റിജിത്ത്, സ്മിത. അശ്വിൻ പാലാഴി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ആലപ്പുഴയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.